മൈസൂർ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? മൈസൂർ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ 1/2 കിലോ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 12 ചുവന്ന മുളക് സോക്ക് ചെയ്ത് വെച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി 10 എണ്ണം, വെളുത്തുള്ളി 10 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, തക്കാളി ഒരു വലിയ തക്കാളി, പിന്നെ വലിയ ഉള്ളി 1, പിന്നെ മല്ലിയില 1 പിടി മല്ലിയില എടുക്കുക. പിന്നെ കുരുമുളകിൻ്റെ കുരുവാണ്, അതൊരു ചെറിയൊരു പിടി, പിന്നെ വലിയ ജീരകം 1 സ്പൂണ്, മല്ലിയുടെ കുരു 1 സ്പൂണ്, ഗ്രാമ്പു 2 എണ്ണം, പട്ട 2 എണ്ണം കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക കേട്ടോ. ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മളത് കോരി വെച്ചിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരപ്പ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി ചേർത്ത് ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം നമ്മൾ ആ മിക്സിയുടെ ജാറ് ഒന്ന് കറക്കിയിട്ട് ഒന്ന് അതിലുള്ള ആ മസാല ബാക്കിയും കൂടി ഒന്ന് ചുഴച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ശേഷം നമ്മൾ ആ ചിക്കൻ അതിലേക്ക് ഇട്ടു കേട്ടോ. ആ ചിക്കൻ അതിലേക്ക് ഇട്ടാൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ പാൽപ്പൊടി കലക്കി വെച്ചതാണ് കേട്ടോ. പാൽപ്പൊടി കലക്കി വെച്ച് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഞങ്ങൾ ഇതിലൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയാണ് ഉണ്ടാക്കിയത്. പത്തിരിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ചോറിന് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരുണ്ടാക്കിയിട്ട് നമുക്ക് തന്നിരുന്നു. അപ്പോൾ നമ്മൾ റെസിപ്പി ചോദിച്ചിട്ട് ഉണ്ടാക്കിയതാണേ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കൺ കൂടി വെക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.